ഇതുപോലെ ഒരു മോശമായ രീതിയിൽ ഒരാൾ ആരോടെങ്കിലും പെരുമാറുന്നതായിട്ട് നിങ്ങളെ മുന്നിൽ ശ്രദ്ധയിൽ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരാൾ കണ്ടോ, ആ ബേക്കിൽ എത്ര സീറ്റാ ട്രെയിനിൽ അല്ലേ കാലിയായി കിടക്കണത്. മുപ്പര് നെണ്ടുമ്പടയിൽ കൈയിടുന്ന മാതിരി ഇല്ലാത്തോർത്ത് വന്നിരുന്നിട്ട് 100% ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇയാളെ എന്താണ് മോശമായ രീതിയിൽ എങ്ങനെയാണ് പെരുമാറുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ പിടിക്കപ്പെട്ടാലേ 4 ആളെ ഇടയെന്ന് അന്നേരം തന്നെ പ്രതികരിച്ച് ആകപ്പാടെ മാനം കെടുത്തി നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് ആ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു പൂതി ഉണ്ടാവരുത്. ആ കോലത്തിൽ പൂതി തീർത്തുറക്കണം. വല്ല തെളിവുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക, ആ പൂതിയും തീർത്തു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അന്നേരം പ്രതികരിക്കുക. 4 ആളെ ഇടയിൽ നിന്ന് മാനം കെടുത്തി ഇനി അങ്ങോട്ട് ഈ ഒരു പൂതി ഉണ്ടാവരുത്, അക്കോലത്തിൽ പോകണം. എന്താലേ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക, പെണ്ണുങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. സേഫായുള്ള യാത്രകൾ മാത്രം തിരഞ്ഞെടുക്കുക. പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, ബസ്സിലോ കാറിലോ ട്രെയിനിലോ എവിടെയും നല്ല ലെവർക്ക് സേഫായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു കാലഘട്ടമല്ല ഇപ്പോൾ. അപ്പോൾ എല്ലാവരും വളരെ മനസ്സിലാക്കുക. നമ്മളായിട്ട് അതിന് അവസരം ഒരുക്കി കൊടുക്കാതെ വെക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാർ ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് മോശമായ രീതിയിൽ. ഇതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. നമ്മൾ ഇന്നൊരു വിഭാഗത്തെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ആ ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള ആൾക്കാരെ പിടിക്കപ്പെട്ടാൽ അന്നേരം ആ 4 ആളുടെ മുന്നിൽ ഇനി അങ്ങോട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പൂതി ഉണ്ടാവാൻ പാടില്ല. ആ കോലത്തിൽ പ്രതികരിക്കുക. അന്നേരം പ്രതികരിക്കണം. അത് തണുത്ത് കഴിഞ്ഞിട്ട് തിന്നാൻ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി പിന്നീട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. അത് അന്നേരം അതാണ് എൻ്റെ യഥാർത്ഥ ശരി. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ളൊരു മോശമായ പ്രവർത്തനങ്ങൾ നിങ്ങളെ മുന്നിൽ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അതൊന്ന് കമൻറ്റ് ചെയ്യും. വിലപ്പെട്ട കമൻറ്റുകൾ പോരട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. അന്നേരം അതിനുള്ള പൂതി തീർത്തെടുക്കുക. ഇതൊക്കെയാണ് ഇതിനുള്ള സൊല്യൂഷന്. ഏതായാലും ഈ ഒരാൾ കണ്ടില്ലേ, പിടിക്കപ്പെട്ട പോലെ മൂപ്പരെ ആകപ്പാട് പതറി അല്ലേ. വീഡിയോ പോസ്റ്റാവും, പബ്ലിക്കാവും, 4 ആൾ കാണും. ഞാൻ ആകെ മാനം കെടുന്ന് കണ്ടപ്പോൾ മൂപ്പര് അത് സോപ്പിട്ട് കൈമലാക്കാന്ന് പറഞ്ഞില്ലേ, ആ കോലത്തിലാണ് പിന്നെ മൂപ്പര് സംസാരിക്കണത്. ട്രെയിൻ നിർത്തിയില്ല. ട്രെയിൻ നിർത്തിക്കാണെങ്കിൽ മൂപ്പര് കണ്ടം പോയി ഓടും. ആ കോലത്തിലാണ് നിൽക്കുന്നത്. ഏതായാലും രസകരമായ കമൻറ്റുകൾ പോരട്ടെ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള കാലഘട്ടമാണ്. ജീവിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവനാൻ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കുള്ള യാത്രകൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. അവസരങ്ങൾ നമ്മളായിട്ട് മുന്നിൽ വരുത്താതെ നിൽക്കുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മറ്റൊരാൾക്ക് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ കഴിയുക? നിങ്ങളാൽ കഴിയുന്ന നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളൊന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.